എല്ലാവർക്കും MEMMAS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉഴുന്നുകൊണ്ടുള്ള ചമ്മന്തി പൊടിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി പൊടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ തൊണ്ടോട് കൂടിയ ഉഴുന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ചേരുവകളെല്ലാം വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് 250 ഗ്രാം ഉഴുന്നിട്ട് കൊടുക്കാം. തൊലിയുള്ള ഉഴുന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായിട്ട് വറുത്തെടുക്കണം. ഉഴുന്നിൻ്റെ കളറ് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാവുന്നത് വരെ നമ്മൾ വറുക്കണം. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് കുരുമുളകാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ 50 ഗ്രാം കുരുമുളക് ഈ പാനിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിന് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ കുരുമുളക് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മളിത് വറുത്തെടുത്തിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമ്മൾ 10-12 ഉണക്കമുളക് എടുക്കുന്നുണ്ട്. അതും ഈ പാനിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് വറുത്തെടുത്തിട്ട് നമുക്ക് മാറ്റാം. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതും റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഉഴുന്ന് വറുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ചെറിയ ജാറായതുകൊണ്ട് നമ്മൾ പകുതിയാണ് ആദ്യം പൊടിക്കുന്നത്. നല്ല ഫൈനായിട്ട് നമ്മളിത് പൊടിക്കാതെ കുറച്ച് തരിയോടുകൂടി പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ബാക്കി ഉഴുന്നും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ കുരുമുളക് പൊടിച്ചെടുക്കണം. ഇത് നമുക്ക് തരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് ഉഴുന്നിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഉണക്കമുളക് ഇട്ട് പൊടിച്ചെടുക്കണം. ഇതും നമ്മൾ തരിയോടുകൂടിയാണ് പൊടിക്കുന്നത്. പൊടിച്ചിട്ട് ഉഴുന്നിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അവസാനം കറിവേപ്പിലയും കൂടി ഒന്ന് പൊടിച്ച് ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 2 നുള്ളു കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് എല്ലാം നമുക്ക് മിക്സ് ആക്കാം. ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നില്ല. നമ്മളിത് കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഉഴുന്ന് ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. കുരുമുളക് ഇതുപോലെ ചേർത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചിട്ട് കൂടുതൽ ദിവസങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം. താങ്ക്